ഹായ് നമസ്തേ കൂട്ടുകാരെ, എല്ലാവർക്കും മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് പറയാം, അധികം സമയം എടുക്കില്ല. ദയവായി എന്നെ കേട്ടിട്ട് അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തൂ. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലിച്ചോ എതിർത്തോ ഒക്കെ കമൻ്റ് ഇടാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പം നമ്മളൊക്കെ സാമൂഹിക രംഗത്ത് അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ ഭാഗഭാക്കാകുന്ന ആൾക്കാരാണല്ലോ. കാരണം രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും. പ്രത്യേകിച്ച് ഞാനിത് പറയാൻ കാര്യം, നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം റിലീസായ ആടുജീവിതം എന്ന സിനിമ പ്രശസ്തനായ സംവിധായകൻ ബ്ലസ്സി നല്ല രീതിയിൽ തന്നെ ചിത്രീകരണം പൂർത്തിയാക്കി വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മളിലേക്ക് എത്തിച്ച ആ ഒരു സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് ആദ്യത്തെ ദിവസം തന്നെ സിനിമാ തിയേറ്ററിൽ ഞങ്ങൾ 7 പേര് അടങ്ങുന്ന 2 കുടുംബങ്ങൾ ഒന്നിച്ചു പോയി പത്തനംതിട്ട ധന്യ തിയേറ്ററിൽ ഇരുന്ന് കണ്ടതാണ്. ആ ചിത്രം നിങ്ങൾ പലരും കണ്ടിരിക്കാം, ചിലർ ഇനിയും കാണാൻ ഇരിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഈ ചിത്രത്തിന് ഇത്രയധികം കാലതാമസം വന്ന് കഷ്ടപ്പെട്ട് ചിത്രീകരിച്ച ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിപ്പ്, അതിൻ്റെ സിനിമ ക്രൂവിനൊപ്പം തന്നെ മറ്റ് പ്രേക്ഷകരും കാത്തിരിപ്പായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഈ സിനിമ കാണുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും. എനിക്കുമുണ്ടായിരുന്നു. അങ്ങനെ ഈ ചിത്രം കണ്ടിറങ്ങി നല്ല അഭിപ്രായം തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടിയും നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് ബ്ലസ്സിയെയും ഇതിൽ അഭിനയിച്ച പൃഥ്വിരാജ് എന്ന നല്ല മികവുറ്റ അഭിനയം കാഴ്ചവെച്ച നടൻ, അതിനോടൊപ്പം തന്നെ ഒരു അതായത് ചെറിയ റോഡിൽ വന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായി വന്ന സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് വന്ന ഗോകുൽ നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ നമ്മൾ ആ ചാനലിലൂടെ റിവ്യൂയിലൂടെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിക്ക് എന്താണ് അഭിപ്രായം, അതാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയത്. അപ്പം സെക്കൻഡ് ഹാഫിൽ ആ ചിത്രം ലാഗിങ് ആണെന്നും ഏകദേശം മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയില്ല, നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം. ആ ലാഗിങ് ഒഴിവായി കിട്ടിയത് ഗോകുൽ എന്ന നടൻ്റെ സമർത്ഥമായ അഭിനയം നന്നായിട്ട് ബ്ലസ്സി എന്ന സംവിധായകൻ മുതലെടുത്തു, അതിൽ ചിത്രീകരിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴും. അതിലൂടെ സെക്കൻഡ് ഹാഫ് നന്നായി പോയി. പിന്നെ ഈ ചിത്രം ഓവറോൾ അതുകൊണ്ട് നല്ല മാർക്ക് തന്നെ വാങ്ങിക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ അതിൻ്റെ പശ്ചാത്തല സംഗീതം, അതിൻ്റെ ചിത്രീകരണം, ഫോട്ടോഗ്രാഫി എല്ലാം കൊണ്ടും, പിന്നെ സംവിധാന വൈഭവം കൊണ്ടും എല്ലാം അപ്പം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സിനിമയ്ക്ക് പുറത്തെ സിനിമയാണ്. ഈ ആടുജീവിതം സിനിമയ്ക്ക് പുറത്ത് ഈ സിനിമയുമായി ബന്ധമുള്ള നജീബ് എന്ന പ്രധാന കഥാപാത്രം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനൽ ഇതിനോടകം ധാരാളം നേരിട്ടുള്ള ഇൻ്റർവ്യൂയിലൂടെയും അല്ലാതെയുമൊക്കെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ നിന്ന് മനസ്സിലായത്, ഇദ്ദേഹം ആഗ്രഹിക്കാത്ത ചില രംഗങ്ങൾ, ഒരിക്കലും നമ്മളെപ്പോലെ സാധാരണക്കാർ ഒന്നും ആഗ്രഹിക്കാത്ത ചില രംഗങ്ങൾ ഈ ചിത്രത്തിന് വേണ്ടി ചിത്രീകരിച്ചിരുന്നുവെന്നും, എന്നാൽ അത് ചിത്രീകരിച്ചിട്ട് അത് വേണ്ടെന്ന് വെക്കുക ആയിരുന്നുവെന്നും, ചിത്രീകരിച്ചിട്ടേ ഇല്ലെന്നും സംവിധായകനും എഴുത്തുകാരൻ അത് ചിത്രീകരിച്ചിട്ട് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നും ഒക്കെ പറഞ്ഞു. മറ്റൊന്നുമല്ല, അതിനകത്ത് ഈ പ്രധാന കഥാപാത്രം ഇടപഴകുന്ന ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ഒരു കാര്യമാണ് നമ്മൾ കേട്ടത്. പക്ഷേ അതൊരു കേട്ടപ്പോൾ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം, അല്ലെങ്കിൽ നമുക്ക് കാണുവാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവസാനം വരെ അതെന്താണെന്നറിയാനുള്ള ആഗ്രഹം, അതൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അഭിപ്രായം, കമൻ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യാം. എൻ്റെ അഭിപ്രായം, ആ പാവപ്പെട്ട മനുഷ്യൻ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചെത്തി ദൈവാനുഗ്രഹത്താൽ. എന്നാൽ ഈ ചിത്രം ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ കഥ എഴുതാൻ പോയ ശ്രീ ബെന്യാമിൻ എന്ന എല്ലാ ആദരവോടും കൂടി പറയുകയാണ്. അദ്ദേഹം പല ചാനലുകളിലും വാർത്താമാധ്യമങ്ങളിലും ഒക്കെ പറഞ്ഞത് ഇതിൽ അങ്ങനെ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും, നജീബ് അതിനുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹവും പറയുന്നു, നജീബും പറയുന്നു. പക്ഷേ അത് വകവയ്ക്കാതെ, അതൊക്കെ ബുദ്ധിയുള്ള പിന്നെ വായനക്കാരാണ് ഇത് വായിക്കുന്നതെന്നും അവർ അത് മനസ്സിലാക്കിക്കൊള്ളൂ എന്നും പറഞ്ഞതായിട്ടാണ് അറിയുന്നത്, എഴുത്തുകാരനായ ശ്രീ ബെന്യാമിൻ തന്നെ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്,
ഈ എന്ത് വിവാദങ്ങൾ എന്തും ഓരോ ചിത്രത്തിനെയും പല രീതിയിൽ പിടികൂടാറുണ്ട്. പ്രത്യേകിച്ച് പ്രശസ്തമായിട്ട് വരുന്ന ചിത്രങ്ങളെക്കുറിച്ചൊക്കെ വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ പ്രധാന കഥാപാത്രം എന്ന് നമ്മൾ ഒക്കെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആ ഒരു നജീബ് എന്ന് പറയുന്ന അദ്ദേഹം നേരിട്ട് ചാനലുകൾ വഴി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത്, പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാനുള്ളത്, ശ്രീ ബെന്യാമിൻ എത്ര ഉന്നതിയിലിരിക്കുന്ന ആളാണെങ്കിലും അങ്ങനെ എഴുത്തിൽ കൊണ്ടുവന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ അങ്ങനെ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രബുദ്ധരായ വായനക്കാർ അത് മനസ്സിലാക്കിക്കൊള്ളും, അതൊരു കഥയാണ്, നോവലാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അദ്ദേഹത്തിന് ഒരു സംസ്കാര ശൂന്യത അവിടെ കാണുന്നില്ലേ? കാരണം എൻ്റെ ചിന്തയിൽ അങ്ങനെ ഒരു എഴുത്തുകാരന് അങ്ങനെ ഒരു ഭാവന വിരിയാനേ പാടില്ല. ഭാവന വിരിഞ്ഞാൽ തന്നെ അത് സ്വയം ഒതുക്കുകയായിരുന്നു വേണ്ടിയത്. അതൊരിക്കലും ഒരു കഥാരൂപേണ അത് എഴുതാൻ പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം എഴുതിയതെന്ന് തന്നെ ഞാൻ പറയും. ഒരു മനുഷ്യൻ പാടുപെട്ട് അവിടെ അധ്വാനിച്ച് സർവൈവലിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ നാടും വീട്ടുകാരെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും ഓർത്ത് കഴിയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിത്വം അപ്പോൾ എന്താണ് ഈ ഒരു കഥയിലുള്ള ഈ ഒരു തിരുത്തൽ കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിയൽ സ്റ്റോറിയിൽ നിന്നുള്ള ഒരു തിരുത്തൽ കാരണം? അങ്ങനെ അദ്ദേഹത്തിൽ ഭാവനയിൽ വിരിയിച്ച കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തെറ്റായ കാര്യമാണ്. അദ്ദേഹം പൊതുസമൂഹത്തോടും ഇത് കണ്ട ലക്ഷക്കണക്കിന് ഇനിയും കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് മാപ്പ് പറയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ സംവിധായകൻ ബ്ലെസ്സിക്ക് ഇതിലെന്താണ് പറയാനുള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇതുമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് നേരിട്ട് എനിക്ക് കേൾക്കാനോ കാണുവാനോ സാധിച്ചിട്ടില്ല. അതെന്തായാലും ഞാൻ ഈ കഥാകാരനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു പൊതുവെ ഇതിന് ശേഷം തന്നെ ഈ ചിത്രത്തിൻ്റെ ആദ്യ ഷോ കാണുവാനായിട്ട് ശ്രീ നജീബിനെ നിർബന്ധപൂർവ്വം വീട്ടിൽ നിന്ന് വിളിച്ച് എറണാകുളത്തെ തിയേറ്ററിൽ കൊണ്ടുപോയി ഇരുന്ന് കാണിച്ചു എന്ന് ശ്രീ ബെന്യാമിൻ എന്ന കഥാകൃത്ത് അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ പറയുന്നു. അത് നടന്നതുമാണ് ആ സംഭവം. അതിൻ്റെയൊക്കെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കൊച്ചുമകൻ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ്റെ മകൻ, ആറ്റുനോറ്റിരുന്നുണ്ടായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് വേദനാനിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു നിവൃത്തിയില്ലാത്ത ഒരു കണ്ടീഷനിൽ മരണപ്പെടുകയും അദ്ദേഹം ആ വ്യസനത്തിൽ കുടുംബക്കാരുമായി പങ്കുവച്ച് അവിടെ കഴിയുമ്പോൾ, ഫസ്റ്റ് ഷോയ്ക്ക് അദ്ദേഹം ഷോ കാണാനിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും, കുടുംബസമേതം പോകാനിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും, അത് മനസ്സാത് കാണുന്നില്ലെന്ന് വെച്ച് വീട്ടിലിരുന്ന വ്യക്തിയെ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് പോയി, അത് ശരിയാകില്ല, പലരും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയെങ്കിൽ അതും അങ്ങേയറ്റത്തെ ഒരു തെറ്റ് തന്നെയാണ്. അത് ക്ഷമാപണം പറയേണ്ട പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് നജീബ് എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇത്ര പച്ചയായ മനുഷ്യൻ, അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നിട്ട് പോലും ജീവിക്കുവാൻ ബുദ്ധിമുട്ടുന്നു, വളരെയധികം അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല ചാനലുകളിലും അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് ഇപ്പോഴും എങ്ങും എത്താനൊന്നും സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സാമ്പത്തികമായിട്ട്, പിന്നെ ഇതിൻ്റെ സാമ്പത്തിക ലാഭ നേട്ടം എന്തുണ്ടായാലും അവർ പങ്കുവെക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഷെയർ കൊടുക്കുമായിരിക്കാം. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തിനേറ്റ മാനസിക ക്ഷതം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നൊരാൾ, കാത്തിരുന്ന ഒരാൾ, ഇങ്ങനെയൊക്കെയുള്ള സാങ്കല്പികമായ കഥ എഴുത്തുകളിൽ കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധത്തെ പോലും കുടുംബക്കാർ പോലും അദ്ദേഹത്തിന് ഈ എന്താണ് മനസ്സിലാക്കുന്നത്, ഈ റിയൽ ക്യാരക്ടറെക്കുറിച്ച്, നജീബ് എന്ന് പറയുന്ന, എന്ന് പോലും ചിന്തിച്ചില്ലല്ലോ ഈ കൂട്ടർ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് കഥാകാരനോടും. തീർച്ചയായും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ അനുമതിയോടു കൂടി ആണോ, അല്ലെങ്കിൽ പകുതി സമ്മതത്തോടു കൂടിയാണോ എങ്കിൽ പോലും ആ കഥാകാരൻ ഒരിക്കലും ഇങ്ങനെ ഒരു യഥാർത്ഥ മനുഷ്യനെ ഇങ്ങനെ ചിത്രീകരിച്ച് ഒരിക്കലും കാണിക്കരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ദയവായി. എന്ത് തന്നെയായാലും എൻ്റെ ചാനലിൻ്റെ റീച്ചിനെക്കാട്ടുപരി ഇതിന് ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന് ശരിയായ രീതിയിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ നജീബ് എന്ന് പറയുന്ന ഈ യഥാർത്ഥ ഈ ഒരു കഥാപാത്രത്തിന്, കാരണം നമ്മളെപ്പോലെ ഈ 90കളിൽ ധാരാളം പേര് ഗൾഫിൽ പോയ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാനും എൻ്റെ ഭാര്യയും, അല്ലെങ്കിൽ ഒരു 3-4 വയസ്സ് ഉള്ള ഒരു കുഞ്ഞിനെ വിട്ടിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയത് സ്വപ്നങ്ങളുമായി. നമ്മളൊക്കെ പോകുമ്പോൾ വളരെ ആർഭാടപൂർവ്വം പോയി തിരിച്ച് അതിലും ആർഭാടപൂർവ്വമായി തിരിച്ചു വരാമെന്ന് കരുതി തന്നെയാണ് പോകുന്നത്. പക്ഷേ നമുക്കും ബാധ്യതകളൊക്കെ ആയിട്ട് തന്നെയായിരിക്കും പലരും പോകുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷേ തിരിച്ചു വരാനും ഒന്നും കൊണ്ടുവരാനും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ പോലെ തന്നെ, ഇതിലെ കഥാപാത്രം നജീബിനെ പോലെ തന്നെ നമുക്കും അധികമൊന്നും സാധിച്ചിട്ടില്ല. കാരണം നമുക്കധികം കാലാവധി പൂർത്തിയാക്കാനോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലോ നമ്മൾ പറഞ്ഞ രീതിയിലോ ഉള്ള ജോലി അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് തിരിച്ചു പോകേണ്ടി വന്നു. എന്നിരുന്നാലും ജീവിതം ഉപേക്ഷിക്കാതെ
നമ്മളും ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നാലിലൊന്ന് പോലും നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ അന്നത്തെ ആ സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇദ്ദേഹം അനുഭവിച്ച പോലെ അനുഭവിച്ചവർ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള പ്രത്യേക ഒരു എമ്പതി ഫാക്ടർ തന്നെ വേണേൽ പറയാം. കാരണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്രശ്നം ഇവിടെ അവതരിപ്പിക്കാൻ കാര്യം. അദ്ദേഹം ഒരുപക്ഷെ പറയാനിപ്പോൾ ആഗ്രഹിക്കുന്ന നിവൃത്തികേടും ഉണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാത്തത്, നജീബ് എന്ന് പറയുന്ന യഥാർത്ഥ കഥാപാത്രം. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ഇത്രയും കാര്യങ്ങളാണ് പങ്കിടാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എല്ലാം നല്ലതായി വരട്ടെ. ഈ ചിത്രം നന്നായി ഓടണമെന്നും അതിൽ നിന്നുള്ള നല്ലൊരു പ്രതിഫലം അഭിനേതാവല്ലെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഒരു അവകാശിയാണ് നജീബ് എന്ന് ഞാനും കരുതുന്നു. അത് നിർമ്മാതാവും ഈ ചിത്രത്തിൻ്റെ സംവിധായകനും ഒക്കെ പരിഗണിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശരി, നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത പരിപാടിയുമായി കാണുന്നത് വരെ.